Today we are going to discuss about Sale of Goods Act 1930. Before that, ബിസിനസ് ലോ ആണല്ലോ പേപ്പർ, ബിസിനസ് റെഗുലേഷൻസ്. നോർമൽ തിയറി പേപ്പറിൽ നിന്ന് വ്യത്യസ്തമായി ലോൻ്റെ പേപ്പറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നോർമൽ തിയറി പേപ്പറിൽ എഴുതുന്ന പോലെ എക്സാമിന് എഴുതി കഴിഞ്ഞാൽ ലോൻ്റെ പേപ്പർ ചിലപ്പോൾ നമുക്ക് എന്താവില്ല, നമ്മൾ വിചാരിച്ചൊരു എക്സ്പെക്റ്റേഷൻ ലെവലിലേക്ക് മാർക്ക് എത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പം തേർഡ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് മുതലാണ് എടുക്കുന്നത്. അതിനു മുമ്പ് 2 മൊഡ്യൂൾസ് ഉണ്ട്. അപ്പോൾ എഴുതി കഴിഞ്ഞാൽ സെക്ഷൻസ് ഓരോരോ, ഇപ്പോൾ കോൺട്രാക്റ്റിൻ്റെ ഡെഫിനിഷൻ, മീനിങ് സെക്ഷൻ 2 പറയുന്ന പോലെ അതുപോലെ പഠിച്ച് നമ്മൾ എക്സാമിന് എഴുതി കഴിഞ്ഞാൽ ആസ് പെർ സെക്ഷൻ നമ്മളെ വേർഡ്സിലല്ല ഡിഫൈൻ ചെയ്ത്, സെക്ഷനിൽ ഡിഫൈൻ ചെയ്ത ഒരു ഡെഫിനിഷൻ ഉണ്ട്, അതുപോലെ നമ്മൾ ഡിഫൈൻ ചെയ്താൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. അല്ലെങ്കിലോ നമ്മൾ മാർക്ക് കിട്ടാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ നമ്മളെ വേർഡ്സിൽ എഴുതുന്നതിലുപരി സംഭവം മനസ്സിലാക്കി ഡെഫിനിഷൻ പഠിച്ചു വെച്ചിട്ട് വിത്ത് എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടും. അതാണ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 ആണ്. As I earlier mentioned that Sale of Goods Act, which was enacted, which came into effect from 1st July 1930. 1930ലാണ് ഈ ആക്ട് ഇനാക്ട് ചെയ്യപ്പെടുന്നത്. 1st July 1930ലാണ്. ഇറ്റ് കണ്ടെയ്ൻസ് certain provisions relating to sale of movable property. ഈ ഒരു ആക്ട് മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ട് സെയിൽ ഓഫ് അതായത് മൂവബിൾ പ്രോപ്പർട്ടീൻ്റെ സെയിലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഡസ് നോട്ട് അപ്ലൈ ടു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ട് ഇത് എന്താക്കാൻ പറ്റൂല, ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റൂല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത് ദി സെയിൽ ഓഫ് ഗുഡ്സ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോമൺ കോൺട്രാക്ട്സ്. ഈ സെയിൽ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് കോമൺ കോൺട്രാക്റ്റിൽ എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. എ നോളജ് ഓഫ് ഇറ്റ്സ് മെയിൻ പ്രിൻസിപ്പിൾ ഈസ് ഓഫ് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് ടു ഓൾ ക്ലാസ്സസ് ഓഫ് ദി കമ്മ്യൂണിറ്റി. നമുക്കറിയാം സെയിൽ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്ന സംഭവം എന്താണ്, ഓൾമോസ്റ്റ് ഓൾ കോൺട്രാക്റ്റിലും എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. വിത്തൗട്ട് ഒരു സെയിൽ പ്ലേസ് ചെയ്യാൻ നമുക്ക് എന്താക്കാൻ പറ്റില്ല, ഒരു കോൺട്രാക്റ്റ് എന്താകാൻ പറ്റില്ല, നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു സെയിൽ അവിടെ നടക്കും എന്നാണ് പറഞ്ഞു വരുന്നത്. ഇതാണ് ഡെഫിനിഷൻ, കോൺട്രാക്റ്റ് ഓഫ് സെയിലിൻ്റെ ഡെഫിനിഷൻ. ഇത് എക്സാക്റ്റ് വാട്ട് ഡിഫൈൻ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡെഫിനിഷൻ എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടും. അല്ലാതെ നമ്മൾ ഇൻ അവർ ഓൺ വേർഡ്സിൽ എഴുതി കഴിഞ്ഞാൽ എന്താവില്ല, മാർക്ക് കിട്ടാനുള്ള സാധ്യത കുറവ്. ഹാഫ് മാർക്ക് അല്ലെങ്കിൽ അതിൻ്റെ നേരെ പകുതി മാർക്കാണ് കിട്ടുക. അക്കോർഡിംഗ് ടു സെക്ഷൻ 4 ഓഫ് ദി സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ഡിഫൈൻസ് contract of sale as a contract of sale of goods is a contract whereby the sellers transfer or agrees to transfer the property in goods to the buyer for a price. ഒന്നുമില്ല, മീനിങ് നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ കിട്ടുന്നതേ ഉള്ളൂ. എന്താണ് പറഞ്ഞു വരുന്നത്, കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു കോൺട്രാക്റ്റാണ്. സെല്ലർ അവിടെ എന്താക്കുന്നുണ്ട്, എഗ്രി ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ഒരു പ്രോപ്പർട്ടി ആയിരിക്കും, ബയർ ഫോർ എ പ്രൈസ് ഓർ കൺസിഡറേഷൻ. എന്തെങ്കിലും ഒരു കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണല്ലോ സെല്ലർ ഗുഡ്സ് ബയറിന് കൈമാറുള്ളൂ. ഇൻ സിമ്പിൾ വേർഡ്സ്, സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ഈസ് എ സ്പെസിഫിക് കോൺട്രാക്ട്. അതൊരു സ്പെസിഫിക് കോൺട്രാക്റ്റാണ് വെയർ ബൈ വൺ പാർട്ടി, ദാറ്റ് ഈസ് കോൾഡ് ദ സെല്ലർ, ട്രാൻസ്ഫർ ഓർ എഗ്രീസ്. ഇയർ എന്താണ്, സെല്ലറാണ് എന്താക്കുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത് ഓർ എഗ്രി ചെയ്യുന്നത് ടു ട്രാൻസ്ഫർ ദ പ്രോപ്പർട്ടി. അതായത് പ്രോപ്പർട്ടീൻ്റെ ഓണർഷിപ്പ് ഓർ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്ന എഗ്രി ചെയ്യുന്നത് ആരാണ്, സെല്ലറാണ്. ഇൻ ദ ഗുഡ്സ് ടു അനദർ പാർട്ടി, മറ്റേ അടുത്ത പാർട്ടിക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ല പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നത് ആരാണ്, സെല്ലറാണ്. ആർക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ബയറിനാണ്. കോൾഡ് ദ ബയർ ഫോർ എ പ്രൈസ് എന്തെങ്കിലും ഒരു കൺസിഡറേഷൻ, പ്രൈസ് ഓർ എനി കൺസിഡറേഷൻ, ദാറ്റ് ഈസ് മീൻഡ് ബൈ ഹിയർ. In other words, it should be noted that the term contract of sale includes both sale and agreement to sale. Contract of sale ചിലപ്പം സെയിലും നടക്കാം, അതായത് എഗ്രിമെൻറ്റ് ടു സെയിൽ ആവാം. അതായത് അവിടെ അതേ സമയത്ത് ആ ടൈമിൽ തന്നെ
സാധനം കൈമാറുന്നുണ്ടാവും, പ്രോപ്പർട്ടി കൈമാറുന്നുണ്ടാവും. ചിലപ്പോൾ ഒരു എഗ്രിമെൻ്റ് ആയിരിക്കും. എഗ്രിമെൻറ്റ് ഫ്യൂച്ചറിൽ കൈമാറാം എന്ന രീതിയിലായിരിക്കും എഗ്രിമെൻറ്റ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്, ഒരു ഫാമിംഗ് എന്താ പറയുക, ഒരു കൃഷി ചെയ്യുന്നൊരിതാണെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുക, അവിടെ വന്നിട്ട് ഒരാൾ നിങ്ങളെ ഫാമിൽ നിന്ന് ഇത്ര കിലോ പൊട്ടാറ്റോ എനിക്ക് വേണമെന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ എന്തായിരിക്കില്ല, നിലവിൽ അത്ര പൊട്ടാറ്റോ അവിടെ എന്തുണ്ടായിരിക്കില്ല, പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അവിടെ എന്താണ്, ബയർ സെല്ലർ എന്താക്കുകയാണ്, ഒരു എഗ്രിമെൻറ്റ് വെക്കുകയാണ്. സാധനം ഇതായിക്കഴിഞ്ഞാൽ, സെറ്റായിക്കഴിഞ്ഞാൽ, പ്രൊഡക്ഷന് ഏകദേശം ഗ്രോത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇതാക്കുക, വിളവെടുക്കുക, എന്നിട്ട് തരാമെന്നുള്ളൊരു എഗ്രിമെൻറ്റ് ടു സെൽ എന്ന രീതിയിലും എടുക്കാം. അപ്പോൾ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് രണ്ട് ഇതും ഇൻക്ലൂഡ് ചെയ്യുന്നിട്ട് സെയിലും ഉണ്ട്, അതുപോലെ തന്നെ എഗ്രിമെൻറ്റ് ടു സെല്ലും ഉണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ലെറ്റ്സ് മൂവ് ഓൺ ടു എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് എ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ ആണ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലെ. ഫസ്റ്റ് വൺ പറയുന്നത് 2 parties. അതായത് 2 parties are required in a contract of sale. As I earlier mentioned that there must be there should be a buyer and seller. അതുണ്ടാവണമല്ലോ, ബയർ ആൻഡ് സെല്ലർ. ബയർ മീൻസ് എ പേഴ്സൺ ഹു ബൈസ് ഓർ എഗ്രീസ് ടു ബൈ ഗുഡ്സ്. ബയർ എന്ന് വെച്ചാലാണ് ഗുഡ്സ് വാങ്ങുകയോ അല്ലെങ്കിൽ വാങ്ങുമെന്ന് എഗ്രി ചെയ്യുന്ന ആളെയാണ് ബയർ എന്ന് പറയുന്നത്. സെല്ലർ മീൻസ് എ പേഴ്സൺ ഹു സെൽസ് ഓർ എഗ്രീസ് ടു സെൽ ഗുഡ്സ്. പേഴ്സൺ ആരാണോ വിൽക്കുന്നത് അല്ലെങ്കിൽ വിൽക്കുമെന്ന് എഗ്രി ചെയ്യുന്നത് അവരെയാണ് എന്താണ് സെല്ലർ എന്ന് പറയുന്നത്. എന്താണ് ഇങ്ങനെ പറയാൻ, ഇങ്ങനെ 2 പാർട്ടി ഉണ്ടാവണം എന്ന് പറയാനുള്ള കാരണം, ബിക്കോസ് എ പേഴ്സൺ കനോട്ട് ബൈ ഓൺ ഗുഡ്സ്. ഒരാളെ ഗുഡ്സ് അയാൾ തന്നെ വാങ്ങില്ല. Therefore the seller and the buyer must be different person. So there must be different seller and buyer. There must be a seller and a buyer എന്നാണ് ഈ ഒരു ഫീച്ചർ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ കോൺട്രാക്റ്റ് ആണ്. ലോ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്താണ്, കോൺട്രാക്റ്റ്. കോൺട്രാക്റ്റ് സിംപ്ലി റെഫേഴ്സ് ടു എൻ അഗ്രിമെൻറ്റ് വിച്ച് ഈസ് എൻഫോഴ്സിബിൾ അറ്റ് ലോ എന്നാണ് ലോ ഡിഫൈൻ ചെയ്യുന്നത് കോൺട്രാക്റ്റിനെ. കോൺട്രാക്റ്റ് ആക്ട് 1872 defines contract as an agreement which is enforceable at law എന്നാണ് പറയുന്നത്. അതായത് ലോയിലൂടെ എൻഫോഴ്സ് ചെയ്തൊരു എഗ്രിമെൻറ്റിനെയാണ് എന്ത് പറയുന്നത്, കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. എ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ബീയിങ് എ കോൺട്രാക്ട് മസ്റ്റ് ഫുൾഫിൽ ഓൾ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. ഒരു വാലിഡ് കോൺട്രാക്റ്റ് ആണെങ്കിൽ എന്തെല്ലാം ഉണ്ടാവണം, എഗ്രിമെൻ്റ് ഉണ്ടാവണം, എൻഫോഴ്സിബിലിറ്റി ഉണ്ടാവണം, ഓഫർ ഉണ്ടാവണം, ആക്സെപ്റ്റൻസ് ഉണ്ടാവും. ഫസ്റ്റ് ഒരു ഓഫർ വേണ്ടേ, പിന്നെ ഒരു ആക്സെപ്റ്റൻസ് വേണം, പിന്നെ എന്താണ് വേണ്ടത്, പിന്നെന്താണ് വേണ്ടത്, എൻഫോഴ്സിബിലിറ്റി വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്താവുള്ളൂ, കോൺട്രാക്റ്റ് ഒരു വാലിഡ് കോൺട്രാക്റ്റ് ആവുള്ളൂ എന്നാണ് പറഞ്ഞു വന്നത്. അതാണ് ആ പോയിൻ്റ് ഉള്ളൂ. നെക്സ്റ്റ് വൺ മൂവബിൾ ഗുഡ്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ഈസ് റിലേറ്റിംഗ് ടു മൂവബിൾ പ്രോപ്പർട്ടിയാണ്. മൂവബിൾ ഗുഡ്സിൻ്റെ കേസിൽ മാത്രമേ എന്താക്കാൻ പറ്റുള്ളൂ, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ദ ഗുഡ്സ് വിച്ച് ഫ്രം ദി സബ്ജക്റ്റ് മാറ്റർ ഓഫ് ദി കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ഈസ് ദി മൂവബിൾ ഗുഡ്സ് ആൻഡ് സെയിൽ. അതായത് സബ്ജക്റ്റ് മാറ്റർ ഓഫ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ എന്ന് പറയുന്നത് എന്താണ്, ഗുഡ്സ് ആണ്. ദാറ്റ് ഈസ് എന്താണ്, മൂവബിൾ ഗുഡ്സ് ആണ് ഉദ്ദേശിക്കുന്നത്, നോട്ട് ഇമ്മൂവബിൾ ഗുഡ്സ്. സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആർ കവേർഡ് അണ്ടർ ദി ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882. അവിടെ പറയുന്നുണ്ട് ഈ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് പിന്നെ മൂവബിൾ ഗുഡ്സുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ആക്റ്റാണ് പറയുന്നത്, ആക്ട് എന്നാണ് പറയുന്നത്. പക്ഷേ അപ്പോൾ ദർ ഈസ് എ അവിടെ എന്തുണ്ട്, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഉണ്ടല്ലോ. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആർ കവേർഡ് അണ്ടർ ദി ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882 ഇത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീൻ്റെ സെയിൽ ആൻഡ് പർച്ചേസും എന്താക്കുന്നത്, റിലേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ്, നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടിയാണ്. അതായത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്ന് പറയുന്നതാണ് സെല്ലർ ബയർക്ക് സാധനം ഇതാക്കുവാണ്, ട്രാൻസ്ഫർ ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. സെല്ലർ ബയർക്ക് ട്രാൻസ്ഫർ ചെയ്യാനാണ് ഫോർ എ കൺസിഡറേഷൻ ഓർ ഫോർ എ പ്രൈസ്. ഒരു പ്രൈസിന് ഗുഡ്സ് ഓർ ഒരു പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നൊരു ഇനിയാണല്ലോ സെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോയിൻ്റ്, ഈ ഒരു ഫീച്ചർ എന്താ പറയുന്നത് വെച്ചാൽ, ദ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇൻ ദി ഗുഡ്സ് ഫ്രം ദ സെല്ലർ ടു ദ ബയർ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഇൻ കോൺട്രാക്ട് ഫോർ ദ സെയിൽ ഓഫ് ഗുഡ്സ്. സെയിൽ ഓഫ് ഗുഡ്സിൽ എന്താണ്, പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യൽ എന്താണ്, ഫ്രം സെല്ലർ ടു ദി ബയർ ട്രാൻസ്ഫർ ചെയ്യൽ എന്താണ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് ആണ്. എന്നാൽ അതൊരു കോൺട്രാക്റ്റ് വാലിഡ് ആവുള്ളൂ.
ആസ് പെർ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 പറയുന്നത് അങ്ങനെയാണ്. പ്രോപ്പർട്ടി ഹിയർ മീൻസ് ഓണർഷിപ്പ് ഓർ ടൈറ്റിൽ ഓഫ് ദ ഗുഡ്സ് ആൻഡ് ദർ മസ്റ്റ് ബി അബ്സല്യൂട്ട് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഇൻ എ കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ്. അവിടെ എന്തുണ്ടാണ്? ആബ്സല്യൂട്ട്ലി ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് അവിടെ ഉണ്ടാവണം. ഇൻ കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സിൽ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ഇത് ദർ മസ്റ്റ് ബി ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഫ്രം സെല്ലർ ടു ദി ബയർ. സിംപ്ലി അത്രയേ ഉള്ളൂ ഈ ഒരു പോയിന്റ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ലെറ്റ്സ് മൂവ് ഓൺ ടു നെക്സ്റ്റ് പോയിന്റ്, ദാറ്റ് ഈസ് പ്രൈസ്. ഒന്നുമില്ല, സിമ്പിളാണ് സാധനം. പ്രൈസ് മീൻസ് എനി കൺസിഡറേഷൻ ഓർ മണി കൺസിഡറേഷൻ ഫോർ എ സെയിൽ ഓഫ് ഗുഡ്സ്. സെല്ലർ ബയർക്ക് ഗുഡ്സ് കൊടുക്കണമെങ്കിൽ എന്താണോ എന്തെങ്കിലും ഒരു റിട്ടേൺ കിട്ടണ്ടേ, സംതിങ് ഒരു കൺസിഡറേഷൻ ബയർ കൊടുക്കും സെല്ലർക്ക്. അതിനെയാണ് എന്ത് പറയുന്നത്? പ്രൈസ് എന്ന് പറയുന്നത്. ഇൻ എ കോൺട്രാക്ട് ഓഫ് സെയിൽ മണി മസ്റ്റ് ബി പെയ്ഡ് ഓർ പ്രോമിസ്ഡ്. കോൺട്രാക്ട് ഓഫ് സെയിൽ എന്താക്കണം? മണി ഒന്നെങ്കിൽ പേ ചെയ്യണം, അല്ലെങ്കിൽ എന്താക്കണം? പ്രോമിസ് ചെയ്യണം എന്നാണ് പറയുന്നത്. എന്നാൽ എന്താ ഉള്ളൂ? സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് പ്രകാരം കോൺട്രാക്റ്റ് വാലിഡ് ആവുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, വേർ ദർ ഈസ് നോ മണി കൺസിഡറേഷൻ ദ ട്രാൻസാക്ഷൻ ഈസ് നോട്ട് എ കോൺട്രാക്ട് ഓഫ് സെയിൽ. ഇഫ് ദർ ഈസ് നോ മണി കൺസിഡറേഷൻ, അവിടെ മണി കൺസിഡറേഷൻ ഇല്ലെങ്കിൽ, ഒരു ട്രാൻസാക്ഷൻ മണി കൈമാറുന്നില്ലെങ്കിൽ, ഒരു മണി കൺസിഡറേഷൻ ഒന്നും കൈമാറുന്നില്ലെങ്കിൽ എന്താണ്? ട്രാൻസാക്ഷൻ ഈസ് നോട്ട് എ കോൺട്രാക്ട്. അത് കോൺട്രാക്ട് ഓഫ് സെയിൽ ആവില്ല എന്നാണ് പറയുന്നത്. ആ ട്രാൻസാക്ഷൻ, ഈ ഒരു ഇടപാട് എന്താവില്ല? കോൺട്രാക്ട് ഓഫ് സെയിൽ ആവില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് ഫോർമാലിറ്റീസ് ആണ്. അക്കോർഡിംഗ് ടു സെക്ഷൻ 5 ഓഫ് ദി സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, കോൺട്രാക്ട് ഓഫ് സെയിൽ ഈസ് മെയ്ഡ് ബൈ എൻ ഓഫർ ടു ബൈ ഓർ സെൽ ഗുഡ്സ് ഫോർ എ പ്രൈസ് ആൻഡ് ദി ആക്സെപ്റ്റൻസ് ഓഫ് സച്ച് ആൻ ഓഫർ. ഇത് എന്താണ്? ഒരു ഫോർമാലിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്കാക്കാൻ പറ്റില്ല, സെയിലോ ഒരു പർച്ചേസ് പെർഫോം ചെയ്യാൻ പറ്റില്ല. എന്താക്കണം? ആദ്യം ഒരു ഓഫർ മുന്നോട്ട് വെക്കണം, ദെൻ അത് ആക്സെപ്റ്റ് ചെയ്യണം. പിന്നെ ദാറ്റ് ഈസ് എൻ എഗ്രിമെൻറ്റ് ഈസ് ഈക്വൽ ടു ഓഫർ പ്ലസ് ആക്സെപ്റ്റൻസ് ആണല്ലോ. ഓഫർ ഉണ്ടാവണം, പിന്നെ ആക്സെപ്റ്റൻസ് ഉണ്ടാവണം. പിന്നെ അത് കോൺട്രാക്റ്റായി മാറണമെങ്കിൽ എഗ്രിമെൻറ്റ് പ്ലസ് എൻഫോഴ്സബിലിറ്റി ഉണ്ടാവണം. എന്നാലും എന്താകും? കോൺട്രാക്റ്റ് ആവുള്ളൂ. അപ്പോൾ കോൺട്രാക്ട് ഓഫ് സെയിൽ ഈസ് മെയ്ഡ് ബൈ എൻ ഓഫർ ടു ബൈ ഓർ സെൽ ഗുഡ്സ് ഫോർ എ പ്രൈസ് ആൻഡ് ദി ആക്സെപ്റ്റൻസ് ഓഫ് സച്ച് ആൻ ഓഫർ. ഈ ഓഫർ ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ സെല്ലർക്ക് ബയർ കൺസിഡറേഷൻ കൊടുക്കണം. എന്തിന്? ഇൻ റിട്ടേൺ ഓഫ് പ്രോപ്പർട്ടി. ആ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്ത പ്രോപ്പർട്ടിക്ക് റിട്ടേൺ ആയിട്ട് പ്രൈസ് കൊടുക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് ഫീച്ചർ ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ ഈസ് ദ ഫോം. എ കോൺട്രാക്ട് ഓഫ് സെയിൽ മേ ബി ഇൻ റൈറ്റിംഗ് or by word of mouth or may be implied from the conduct of the parties. Contract of sale എന്താ? റൈറ്റിംഗ് ഫോമിലാവാം, അല്ലെങ്കിൽ വേർഡ് ഓഫ് മൗത്തിലൂടെ ആവാം, നമ്മൾ പറയുന്നതിലൂടെ ആവാം, അല്ലെങ്കിൽ ഓർ മേ ബി ഇംപ്ലൈഡ് ആണെങ്കിലും ആവാം. ഫ്രം ദി കണ്ടക്ട് ഓഫ് പാർട്ടീസിൻ്റെ കണ്ടക്റ്റിലൂടെ ഇംപ്ലൈഡ് ചെയ്താലും ആവാം. ഇതൊക്കെയാണ് സെയിൽ ഓഫ് ഗുഡ്സ് കോൺട്രാക്ട് ഓഫ് സെയിലിൻ്റെ എന്ത് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു സബ്ജക്റ്റ് മാറ്റർ ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ. സബ്ജക്റ്റ് മാറ്റർ ഈസ് ദി കണ്ടൻറ്റ് ഓഫ് എ കോൺട്രാക്ട് ഓഫ് സെയിൽ ആൻഡ് ഗുഡ്സ് ഈസ് ദി സബ്ജക്റ്റ് മാറ്റർ. ഈ കോൺട്രാക്ട് ഓഫ് സെയിലിൽ ഗുഡ്സ് ആണെന്ത്? സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത്. ദർ മസ്റ്റ് ബി ഗുഡ്സ് എന്നാണ് പറയുന്നത്. ഗുഡ്സ് മീൻസ് എവരി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി. ഇവിടെ എന്തില്ല? ഇമ്മൂവബിൾ പ്രോപ്പർട്ടീനെ കൺസിഡർ ചെയ്യുന്നില്ല. അത് എന്താണ്? 1882 സെക്ഷൻ പ്രകാരം ഉള്ള ഇതിലാണ് എന്ന് പറഞ്ഞല്ലോ, നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തല്ലോ. ഇവിടെ മൂവബിൾ പ്രോപ്പർട്ടിയാണ് ഉദ്ദേശിക്കുന്നത്. ദർ മസ്റ്റ് ബി ഗുഡ്സ് എന്നാണ് പറയുന്നത്. മൂവബിൾ പ്രോപ്പർട്ടി ഓർ ഗുഡ്സ് എന്നാണ് പറയുന്നത്. എവറി കൈൻഡ് ഓഫ് ഗുഡ്സ് മീൻസ് എവറി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി അതർ ദാൻ ആക്ഷനബിൾ ക്ലൈംസ് ആൻഡ് മണി. ഇറ്റ് ഇൻക്ലൂഡ്സ് ഗുഡ്സ് ഇൻക്ലൂഡ് എന്തെല്ലാം ഇൻക്ലൂഡ്? സ്റ്റോക്ക്, ഷെയർസ്, ഗ്രോയിങ് ക്രോപ്സ്, വളർന്നു വരുന്ന ഇതെല്ലാം ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഗ്രാസ് ആൻഡ് തിങ്സ് അറ്റാച്ച്ഡ് ടു ഫോമിങ് പാർട്ട് ഓഫ് ദ ലാൻഡ് ഇതാവാൻ വേണ്ടി നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് അല്ലേ, അതൊക്കെ എന്താണ്? ഗുഡ്സായിട്ട് പരിഗണിക്കുമെന്നാണ് പറയുന്നത്. സിമ്പിളാണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ദ ഗുഡ്സ് വിച്ച് ഫോം ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ ക്യാൻ ബി ഓഫ് ദി ഫോളോയിങ് ടൈംസ്. അതായത്
ഗുഡ്സിന് നമുക്ക് 4 തരത്തിൽ അല്ലെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ദ ഫോളോയിങ് ആർ ദി 3 തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ഗുഡ്സിനെ. അതാണ് താഴെ പറയുന്നത്. അതായത് ഫസ്റ്റ് വൺ പറയുന്നത് എക്സിസ്റ്റിംഗ് ഗുഡ്സ് ആണ്. എക്സിസ്റ്റിംഗ് ഗുഡ്സ് ഒന്നുമില്ല. ഗുഡ്സ് വിച്ച് ആർ ഓൺഡ് ഓർ പൊസസ്ഡ് ബൈ ദ സെല്ലർ അറ്റ് ദ ടൈം ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ ആർ കോൾഡ് എക്സിസ്റ്റിംഗ് ഗുഡ്സ്. കോൺട്രാക്ട് ഓഫ് സെയിലിൻ്റെ സമയത്ത് സെല്ലർ പൊസസ് ചെയ്യുന്ന ഗുഡ്സിനെയാണ് സെല്ലർ പൊസസ് ചെയ്യുന്ന ലോൺ ചെയ്യുന്ന ഗുഡ്സിനെയാണ് എന്ത് പറയുന്നത് എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി ഓഫ് ത്രീ ടൈപ്സ്. ഇത് പിന്നെയും 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് ഫസ്റ്റ് വൺ സ്പെസിഫിക് ഗുഡ്സ് ആണ്, അസറ്റൈൻഡ് ഗുഡ്സ് ആണ്, ആൻഡ് അൺഅസറ്റൈൻഡ് ഗുഡ്സ് ആണ്. ഫസ്റ്റ് വൺ പറയുന്നത് ഫസ്റ്റ് ടൈപ്പ് ഓഫ് എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് പറയുന്നത് എന്താണ്? സ്പെസിഫിക് ഗുഡ്സ് ആണ്. സ്പെസിഫിക് ഗുഡ്സ് എന്ന് വെച്ചാൽ സിംപ്ലി ദീസ് ആർ ദി ഗുഡ്സ് which are identified and agreed upon at the time when the contract of sale is made. അതായത് കോൺട്രാക്ട് ഓഫ് സെയിൽ ഉണ്ടാക്കിയ സമയത്ത് തന്നെ ഐഡൻറ്റിഫൈ ഓർ എഗ്രി ചെയ്ത ഗുഡ്സിനെയാണ് എന്ത് പറയുന്നത് സ്പെസിഫിക് ഗുഡ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ് എന്ന് പറയുന്ന ഒരാൾ നമ്പർ ഓഫ് കുറച്ച് കൗസിനെ ഓൺ ചെയ്യാണ്. അപ്പോൾ അയാൾ പ്രോമിസ് ടു സെൽ വൺ ഓഫ് ദം ടു വൈ എന്നൊരാൾക്ക് എന്താക്കാണ് അത് സെല്ല് ചെയ്യുമെന്ന് പ്രോമിസ് ചെയ്യാണ്. ദ കോൺട്രാക്ട് ഈസ് ഫോർ അൺസ്പെസിഫൈഡ് ഗുഡ്സ്. സോ ബട്ട് ഇഫ് ദ കൗസ് ദാറ്റ് ഈസ് ടു ബി സോൾഡ് ഹാസ് ബീൻ സിംഗിൾഡ് ഔട്ട്, ദ കോൺട്രാക്ട് ഈസ് ഫോർ സ്പെസിഫിക് ഗുഡ്സ് എന്നാണ് പറയുന്നത്. അതാണ് സ്പെസിഫൈഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് പറയുന്നത് അസറ്റൈൻഡ് ഗുഡ്സ് ആണ്. Ascertained goods means these are the goods which are identified by the parties subsequent to the information of the contract of sale. ഇത് കോൺട്രാക്റ്റ് ഈ ഒരു ഗുഡ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കോൺട്രാക്ട് സെയിലിൻ്റെ സബ്സീക്വൻറ്റ് ഇൻഫർമേഷനിലൂടെയാണ് പാർട്ടീസ് ഈ ഒരു ഗുഡ്സിനെ എന്താക്കുന്നത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ദ ഐഡൻറ്റിഫിക്കേഷൻ ടേക്ക് പ്ലേസ് അറ്റ് ദി ലേറ്റർ ഡേറ്റ്. ആദ്യം എന്താക്കുന്നില്ല ഈ ടൈപ്പ് ഓഫ് ഗുഡ്സിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞു വന്നത്. സിമ്പിൾ. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് പറയുന്നത് അൺഅസറ്റൈൻഡ് ഗുഡ്സ് ആണ്. അതായത് ദീസ് ആർ ദി ഗുഡ്സ് വിച്ച് ആർ നോട്ട് സ്പെസിഫിക്കലി ഐഡൻറ്റിഫൈഡ് ആൻഡ് അഗ്രീഡ് അറ്റ് ദ ടൈം വെൻ ദി കോൺട്രാക്ട് ഓഫ് സെയിൽ ഈസ് മെയ്ഡ്. ഇത് സ്പെസിഫിക്കലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഗുഡ്സ് അല്ല, പക്ഷേ ഇതെന്താണ് എഗ്രി ചെയ്യുന്നത് കോൺട്രാക്ട് ഓഫ് സെയിൽ ഉണ്ടാക്കിയ സമയത്ത് തന്നെ എന്താക്കുന്നുണ്ട് എഗ്രിമെൻറ്റ് നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഹിയർ ദ സെല്ലർ ഇൻ ദിസ് കേസ് ആസ് എൻ ഓപ്ഷൻ അതർ ദ റൈറ്റ് ടു സപ്ലൈ എനി ഗുഡ്സ് ഓഫ് ദ കൈൻഡ് ഓർ ദി ക്വാളിറ്റി കോൺട്രാക്റ്റഡ് ഫോർ എന്നാണ് പറയുന്നത്. അതായത് സെല്ലർക്ക് എന്തുണ്ട് ഇവിടെ റൈറ്റ് ഉണ്ട്. അതായത് എങ്ങനെ സപ്ലൈ എനി ഗുഡ്സ് ഓഫ് കൈൻഡ് ഓർ ക്വാളിറ്റി കോൺട്രാക്റ്റഡ് ഫോർ എനി കൈൻഡ് ഓഫ് ഗുഡ്സ് സപ്ലൈ ചെയ്യണം. ഈ ഒരു ക്വാളിറ്റിയുള്ള എനി കൈൻഡ് ഓഫ് ഗുഡ്സ് സപ്ലൈ ചെയ്യാനുള്ള റൈറ്റ് സെല്ലർക്ക് ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. അതാണ് അൺഅസറ്റൈൻഡ് ഗുഡ്സിൻ്റെ സംഭവം. അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഗുഡ്സ് ആണ് എന്ത്? ഇതിപ്പം 3 നമ്മൾ പറഞ്ഞത് എന്താണ് എക്സിസ്റ്റിംഗ് ഗുഡ്സിൻ്റെ ടൈപ്സ് ആണ്. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഫ്യൂച്ചർ ഗുഡ്സ് ആണ്. ഫ്യൂച്ചർ ഗുഡ്സ് these are the goods which are to be manufactured or produced or acquired by the seller after the contract of sale is made. ഫ്യൂച്ചർ ഗുഡ്സ് ഭാവിയിലുള്ളതാണ്. ഫ്യൂച്ചർ നമുക്ക് ആ ഒരു വേർഡ് തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. അതായത് ദീസ് ആർ ടു ബി മാനുഫാക്ചർ, ഇത് ഭാവിയിൽ മാനുഫാക്ചർ ചെയ്യപ്പെടാം, പ്രൊഡ്യൂസ് ചെയ്യപ്പെടാം, അക്വയർ ചെയ്യപ്പെടാം, ബൈ ദ സെല്ലർ അക്വയർ ചെയ്യപ്പെടാം ആഫ്റ്റർ ദി കോൺട്രാക്ട് ഓഫ് സെയിലിന് ശേഷം ഇതൊന്നെങ്കിൽ മാനുഫാക്ചർ ചെയ്യപ്പെടാം, പ്രൊഡ്യൂസ് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ അക്വയർ ചെയ്യപ്പെടാം എന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെക്ഷൻ 6 പ്രകാരം ഇതാണ് ഫ്യൂച്ചർ ഗുഡ്സ് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ എന്നൊരു ആൾ അഗ്രീസ് ടു പർച്ചേസ് എൻറ്റയർ ക്രോപ്പ് ഓഫ് ഷുഗർ കെയിൻ ഓഫ് ബീസ് ഫാം അറ്റ് ദ റേറ്റ് ഓഫ് 500 പെർ ക്വിൻ്റൽ. ദിസ് ഈസ് എൻ അഗ്രിമെൻറ്റ് ടു സെൽ ദി ഫ്യൂച്ചർ ഗുഡ്സ്. അതായത് കരിമ്പില്ല, അതാണ് പറഞ്ഞത്. ബീൻ്റെ ഫാമിൽ നിന്ന് കരിമ്പ് 500 രൂപ റേറ്റിൽ കിൻഡലിന് എടുക്കാമെന്ന് എഗ്രി ചെയ്യാണ്. ഫ്യൂച്ചറിലായിരിക്കും അത് കിട്ടുള്ളൂ. ഇപ്പം തന്നെ എന്താണ് എഗ്രിമെൻറ്റ് വെക്കുകയാണ്. അതിനെയാണ് എന്ത് പറയുന്നത് ഫ്യൂച്ചർ ഗുഡ്സ് എന്ന് പറയും. ഇനി നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് ടൈപ്പ് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് എന്താണ് കണ്ടിജൻറ്റ് ഗുഡ്സ് ആണ്. കണ്ടിജൻസി ഒക്കെ നിങ്ങൾ കേട്ടതായിരിക്കും.
കേട്ട ടേമായിരിക്കും. കണ്ടിജൻറ്റ് അസറ്റൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കണ്ടിജൻറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത് ദീസ് ആർ ദി ഗുഡ്സ് വിച്ച് ആർ എ ടൈപ്പ് ഓഫ് ഫ്യൂച്ചർ ഗുഡ്സ് ദി അക്വിസിഷൻ ഓഫ് വിച്ച് ബൈ ദി സെല്ലർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി കണ്ടിജൻസി വിച്ച് മേ ഓർ മേ നോട്ട് ഹാപ്പൻ എന്നാണ് പറയുന്നത്. അതായത് ഇതെന്താക്കാം, ഈ ഗുഡ്സ് എന്താക്കാം, അക്വയർ ചെയ്യപ്പെടാം. ബട്ട് ഇറ്റ് ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ കണ്ടിജൻസി വിച്ച് മേ ഓർ സംഭവിക്കാതിരിക്കാം എന്ന രീതിയിലാണ് ഈ ടൈപ്പ് ഓഫ് ഗുഡ്സ് ഉണ്ടാവുക. ഡിപ്പെൻഡ്സ് അപ്പോൺ കണ്ടിജൻസിയാണ്, സിറ്റുവേഷനെ ബേസിട്ടാണ് ദിസ് ടൈപ്പ് ഓഫ് ഗുഡ്സ് അക്വയർ ചെയ്യപ്പെടുക അല്ലെങ്കിൽ അക്വയർ ചെയ്യപ്പെടാണ്ട് നിൽക്കുക എന്ന് പറയുന്നത്. ദി ആർ ഓൾസോ ടൈപ്പ് ഓഫ് ഫ്യൂച്ചർ ഗുഡ്സ് ആൻഡ് ദെയർഫോർ എ കോൺട്രാക്ട് ഫോർ സെയിൽ ഓഫ് കണ്ടിജൻറ്റ് ഗുഡ്സ് ഓപ്പറേറ്റേഴ്സ് ആൻഡ് എഗ്രിമെൻറ്റ് ടു സെൽ. കാരണം ഇത് ഇത് ടൈപ്പ് ഓഫ് ഫ്യൂച്ചർ ഗുഡ്സ് എന്ന് പറഞ്ഞല്ലോ. ഫ്യൂച്ചറിൽ എന്താണ്, എഗ്രിമെൻറ്റ് ടു സെല്ലാണ് പറയുക അല്ലേ. ഫ്യൂച്ചർ ഗുഡ്സ് നമ്മൾ ഈ ഭാവിയിൽ കൊടുക്കാമെന്നല്ല പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് അവിടെ സെയിലല്ല നടക്കുന്നത്, എഗ്രിമെൻറ്റ് ടു സെല്ലാണ്. വിൽക്കാമെന്ന രീതിയിൽ നമ്മൾ എന്താണ് എഗ്രിമെൻറ്റ് വെക്കുകയാണ് ചെയ്യുന്നത്. ദിസ് ഈസ് വാട്ട് കണ്ടിജൻറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. സിമ്പിളാണ്. ഓക്കെ, ഇതാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, പിന്നെ കാര്യമായിട്ടൊന്നുമില്ല, സിമ്പിളാണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്താണെന്ന് പറഞ്ഞു, പിന്നെ അതിൻ്റെ ഡെഫിനേഷൻ, പിന്നെ എസെൻഷ്യൽ ഫീച്ചേഴ്സ് പറഞ്ഞു, പിന്നെ സബ്ജക്റ്റ് മാറ്റർ, അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗുഡ്സ്. ഓക്കെ, അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞത് മറക്കണ്ട. ലോയിൽ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഡെഫിനേഷന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് ലോയിൽ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിരിക്കും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പിലോ പോസ്റ്റ് ചെയ്താൽ മതി, ക്ലിയർ ആകാത്ത ഏരിയ ഉണ്ടെങ്കിൽ. ഓക്കെ, സോ താങ്ക് യു.